2 ദിവസത്തെ ജപ്പാൻ സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധർമ്മ പാവ സമ്മാനിച്ചു. ജാപ്പനീസ് ചരിത്രവുമായും പാരമ്പര്യവുമായും ഈ പാവയ്ക്ക് ആഴത്തിൽ ബന്ധമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ അടയാളമായി ഷോറിൻസാൻ ധർമാജി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഇത് സമ്മാനിച്ചത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തുകയും ചെയ്തു. ഏതൊരു രാജ്യത്തിന്റെ സന്ദർശന വേളയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യത്തിന്റെ ബഹുമതികളും മറ്റും ലഭിക്കാറുണ്ട്. രാജ്യങ്ങൾക്കിടയിലെ മോദിയുടെ പ്രവർത്തന മികവും ഇടപെടലുകളും കൊണ്ടാണ് അത്തരത്തിലുള്ള ബഹുമതികളും സമ്മാനങ്ങളും മോദിക്ക് ലഭിക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ജപ്പാനിലെ ഏറ്റവും നിലനിൽക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഒന്നാണ് ധർമ്മ പാവ. പൊള്ളയായ വൃത്താകൃതിയിലുള്ള തിളക്കമുള്ള പെയിന്റ് ചെയ്ത ഇത് സ്ഥിരോത്സാഹം, പ്രതിരോധശേഷി, ഭാഗ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സെൻ ബുദ്ധമതം സ്ഥാപിച്ച ബോധിധർമ്മ സന്യാസിയുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അതുല്യമായ ഭാരമുള്ള രൂപകൽപ്പന മുകളിലേക്ക് തള്ളപ്പെടുമ്പോൾ അത് എല്ലായ്പ്പോഴും നിവർന്നു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. 7 തവണ വീഴുക 8 തവണ എഴുന്നേൽക്കുക എന്ന പഴഞ്ചൊല്ല് ഇത് പ്രതിഫലിക്കുന്നു. ലക്ഷ്യനിർണയവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായ പാവ വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാങ്ങുമ്പോൾ ആ രൂപത്തിന്റെ കണ്ണുകൾ വെളുത്ത നിറത്തിൽ ശൂന്യമായി അവശേഷിക്കുന്നു. ഉടമ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നു. തുടർന്ന് ഇടത് കണ്ണിൽ കറുത്ത മഷി നിറയ്ക്കുന്നു. ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രം വലതു കണ്ണിൽ പെയിന്റ് വരയ്ക്കുകയുള്ളൂ. പാവയെ പ്രതിബദ്ധതയുടെയും നേട്ടത്തിന്റെയും ജീവിക്കുന്ന അടയാളമായി മാറ്റുന്നു. നൂറ്റാണ്ടുകളായി ഭാഗ്യത്തിന്റെയും സഹനശക്തിയുടെയും പ്രതീകങ്ങളായി പാവകളെ സ്വീകരിക്കാൻ തീർത്ഥാടകർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി മോദിക്ക് ഒരെണ്ണം സമ്മാനിക്കുന്നതിലൂടെ മുഖ്യ പുരോഹിതൻ വെറും മനസ്സലിവ് മാത്രമല്ല, സ്ഥിരോത്സാഹത്തിന്റെയും വിജയത്തിന്റെയും ആത്മീയ അനുഗ്രഹവും നൽകും. ജപ്പാനിലെ സമൂഹ ആചാരങ്ങളുമായി ധർമ്മ പാവയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. കുടുംബങ്ങൾ, ബിസിനസ്സുകൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ അവയെ പ്രതീക്ഷയോടും പുരോഗതിയുടെയും അടയാളങ്ങളായി ഉപയോഗിക്കുന്നു. അത്തരമൊരു പാവയെ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചത് വ്യക്തമായ പ്രതീകാത്മകമായ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നു. അതൊരു സാംസ്കാരിക വഴിപാടും അനുഗ്രഹവുമായിരുന്നു. നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്ഥിരതയും ഇന്ത്യ ജപ്പാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വിജയവും ആശംസിക്കുന്നു. ജാപ്പനീസ് പാരമ്പര്യത്തിൽ ഒരു ധർമ്മ നൽകുന്നത് ഒരാളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ദൃഢനിശ്ചയത്തിന്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇമവെട്ടാതെ കണ്ണും ഇളക്കമില്ലാത്ത സന്തുലിതാവസ്ഥയുമുള്ള ചെറിയ വൃത്താകൃതിയിലുള്ള പാവ ഒരു സമ്മാനത്തേക്കാൾ കൂടുതലായി മാറി. ജപ്പാന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥിരോത്സാഹത്തിന്റെ തത്വചിന്തയെ ഇന്ത്യയുടെ നിലവിലെ അഭിലാഷങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 2 സംസ്കാരങ്ങൾക്കിടയിലുള്ള ഒരു പാലമായിരുന്നു അത്. ടോക്കിയോയുടെ വടക്ക് ഭാഗത്തുള്ള തകസാക്കിയിലുള്ള ഷോറിൻസാൻ ധർമ്മ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ളതാണ് ധർമ്മ ഭാഗ്യചിഹ്നമായി കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്ര സ്ഥാപകൻ ബോധിധർമ്മനെ ചിത്രീകരിക്കുന്ന പുതുവത്സര ചാരുതകൾ വരയ്ക്കാറുണ്ടായിരുന്നു. അത് ഇടവകക്കാർക്ക് സന്തോഷവും സമൃദ്ധിയും നിർഭാഗ്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരുന്നു. ആവശ്യം വർദ്ധിച്ചതോടെ 9ാമത്തെ പുരോഹിതനായ ടോഗാഗു പേപ്പിയർ മാച്ച് പ്രതിമയുടെ രൂപം അവതരിപ്പിച്ചു. അത് ഇന്ന് നമ്മൾ കാണുന്ന ധർമ്മ പാവയായി പരിണമിച്ചു. കാലക്രമേണ പാവയുടെ അർത്ഥം ജപ്പാനിലേക്കും അതിനപ്പുറത്തേക്കും വ്യാപിച്ചു. പലപ്പോഴും ബിസിനസ്, രാഷ്ട്രീയം, വ്യക്തിജീവിതം എന്നിവയിലെ സ്ഥിരോത്സാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നും ആ പാരമ്പര്യം സജീവമായി തുടരുന്നു. ഷോറിൻസാനിൽ നടക്കുന്ന വാർഷിക ധർമ്മ പാവ ഉത്സവം വഴി തകസാക്കി പാവയുടെ ജന്മസ്ഥലം എന്ന പദവി അഭിമാനത്തോടെ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് സന്ദർശകർ പാവകളെ വാങ്ങാനും വർഷത്തേക്കുള്ള ഉദ്ദേശങ്ങൾ നിശ്ചയിക്കാനും പഴയവ നന്ദിയോടെ തിരികെ നൽകാനും ഒത്തുകൂടുന്നു. ഇത്തരത്തിലൊരു പാവ സമ്മാനിച്ചതിലൂടെ ഇന്ത്യയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഇന്ത്യയെ ജപ്പാൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.